ഹലോ. എടാ ഞാൻ എന്ത് കാണിച്ചെന്ന്? നീ എന്നാക്കി ഫോണിലേക്ക് അയച്ചേക്കുന്നേ? എടാ എന്ത് ഫോണിലേക്ക് അയച്ചെന്ന് ഈ പറയുന്നത്? നീ ഒന്നും അയച്ചിട്ടില്ലേ? ഞാൻ ഇപ്പൊ ഫോർവേഡ് ചെയ്ത് തരാം. ആ നീ അവിടെ നിൽക്ക്, ഞാൻ ചെയ്തു തരാം. ആരെ വിളിച്ചു? ഹലോ. പോയില്ലേ? പിന്നെ നന്നായിട്ട് പോയല്ലോ. അതല്ലടാ, രാവിലെ അവൻ്റെ കൂടെ. എവിടെ? രാവിലെ ഓടാൻ. ഈ തണുപ്പത്താ? എടാ അവനൊന്ന് വിളിച്ചാടാ. വിളിച്ചോണ്ടിരിക്കുവാ.
ഒരു ചായ കുടിച്ചാലോ? വാ പോവാ. ചേട്ടാ 2 ചായ. ചേട്ടാ ചേട്ടാ ഈ വേണു എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഗാർഡില്ലേ അവിടെ? ആ അറിയാലോ, പുള്ളി എൻ്റെ ഫ്രണ്ടാ. പക്ഷെ ഇപ്പം റിട്ടയറായി. പുള്ളിയുടെ വീട്? അത് ഇതിലെ പോയി ഇടത്തോട്ട് തിരിയുമ്പോൾ 3வது വീട്. എന്താ ഇത് നേരത്തെ കാണാതെ പോയ പിള്ളേരല്ലേ? ചേട്ടാ ഇവരെ കണ്ടായിരുന്നോ? ഇല്ല, ഇവരെ ചോദിച്ച് പോലീസുകാർ വന്നായിരുന്നു. നിങ്ങൾ പോലീസാ? ആ വാ. സാറേ, ഇനി അവരെ തേടി പോകാൻ നിൽക്കണ്ട, അത് പെരിയ പ്രശ്നമായിടും. ഹലോ, ഞാൻ ജോസഫ്, റിട്ടയർഡ് ആർക്കിയോളജിസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യം വരും. ദിസ് ഇസ് മൈ കാർഡ്. വേണ്ട? താങ്ക് യു. സീ യു ലേറ്റർ. പാവം വട്ടാൻ തോന്നുന്നു. സാറേ, വേണു സാർ. ആരാ? വേണു സാറല്ലേ? അതെ, ഞാൻ ദേവൻ. ഞാൻ സുജിത്ത്. ആ ഞങ്ങള് പോലീസ്ന്നാ. വാ സാറേ, കയറിയിരിക്കാത്ത. നമുക്ക് വെളിയിൽ നിന്ന് സംസാരിച്ചാലോ? എന്താ കാര്യം? ഒന്നുമില്ല, നമുക്കൊന്ന് പുറത്തുനിന്ന് സംസാരിച്ചാലോ? ഒരു മിനിറ്റ്, ഞാൻ അതാ വരും. ശരി. വേണു സാറേ, ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം. മനസ്സിലായി. എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത് കഴിഞ്ഞ കൊല്ലം കാണാതെ പോയ പിള്ളേരല്ലേ? അതെ, ഞങ്ങളെപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഓ, സി സാറ് പറഞ്ഞായിരുന്നു വേണു സാറിനെ വന്ന് കണ്ടാൽ മതി, കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. പക്ഷേ ഇവിടെ എത്തിയിട്ടാ അറിഞ്ഞ് സാറ് റിട്ടയറായ കാര്യം. റിട്ടയർ ആയതോ? ആര്? ആ ചായക്കടക്കാരൻ പറഞ്ഞു. റിട്ടയർ ആയതല്ല സാറേ, ഞാൻ ജോലി റിസൈൻ ചെയ്തതാ. ഇത് കാരണം. ഈ കേസ് കാരണം? അതെ. നിങ്ങളോട് സീസർ വേറൊന്നും പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു കാണില്ലായിരിക്കും. നിങ്ങൾ ജോലിയിൽ കയറിയിട്ട് അധികാരമായില്ല അല്ലേ? ഞാൻ 6 മാസമേ ആയുള്ളൂ. കഷ്ടമുണ്ട് സാറേ. ഈ കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ആ കാട്ടിൽ എന്തോ ഉണ്ട്. കഴിഞ്ഞ ഇടയ്ക്കൂടെ 2 പിള്ളേർ എന്താടാ കേട്ടെ? എടാ, ഒരു കൊച്ചിന്റെ കരച്ചിലില്ല കേട്ടെ? ഈ കാട്ടിൽ എവിടെ നിന്നാണ് ഇപ്പോൾ ഒരു കൊച്ചൊന്ന് കരയാനിരിക്കുന്നത്? എടാ, ഞാനിപ്പോ കേട്ടാ. നീ ഒന്ന് വന്നേ, വാ. ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കിയാലോ? വാ, നമുക്ക് പോവാം. ഇവിടെ നിൽക്കണ്ട. വാടാ, നമുക്ക് നോക്കാന്നേ. ആരോടും പറയാം. വാ. നിനക്കെന്നെ പേടിയാണോ? എടാ, അത് കൊച്ചിന്റെ കരച്ചിൽ തന്നെയാ. നീ പിന്നീട് ആ പിള്ളേരെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ പോയി അന്വേഷിച്ചായിരുന്നോ? ഇവിടെ ആ സമയങ്ങളിൽ ആർക്കും റൂം പോലും കൊടുക്കാറില്ല സാറേ. ഇല്ല, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. ഓ, അല്ല, അവിടെ വെച്ചിരുന്ന ബോർഡ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചതാണോ? ബോർഡോ? ഏത് ബോർഡ്? ഇവിടെ അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം എന്നുള്ള സ്ഥലമല്ല സാറേ. സാറേ,
പറഞ്ഞില്ലേ സാറേ, ആ കാട്ടി വേറെന്തോ ഉണ്ട്. സോറി സാർ, റൂം അവൈലബിൾ അല്ല. അതെന്താടാ ഇപ്പോൾ റൂമില്ലാത്ത? അത് സാറേ, ഞാനന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ റൂം കൊടുക്കരുതെന്ന്. പിന്നെന്തിനാടാ നീ റൂം കൊടുത്തേ? അത് അപ്പം ഞങ്ങൾ കാശ് തന്നാലും നീ റൂം തരും അല്ലേ? ഇല്ല സാർ, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നതും ആ ടൈമിൽ തന്നെയാണ്. ടൈമോ? എന്ത് ടൈം? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ വർഷവും ഈ സമയത്ത് പകലെന്തോ വന്ന് ചന്ദ്രനെ മറയുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരാഴ്ച ആരും പുറത്തു പോലും ഇറങ്ങാറില്ല. ആട്ടെ, അവരേത് സമയത്താണ് വന്നേ? അന്നവർ വൈകുന്നേരം വന്നേ. പിറ്റേന്ന് രാവിലെ ഈ ചേട്ടൻ ഓടാൻ പോയി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ 2 ചേട്ടന്മാരോട് വന്ന് എന്നോട് ചോദിച്ചു ഫോറസ്റ്റ് എവിടെയാണ്. എന്നിട്ട് അവർ പെട്ടെന്ന് പോയി. വേണേ CCTV ഫുട്ടേജ് ഉണ്ട്. വേണ്ട. സാറേ, അങ്ങോട്ടൊന്നും പോവല്ലേ സാറേ. എന്താ പ്ലാൻ? അവന്മാരാകെ കണ്ടതും വേണ്ടിയതും ആ ഹോട്ടലിലെ റിസപ്ഷൻ്റെ പയ്യനാ. എങ്ങനെ കാണാനാ? ഈ സമയത്ത് കട തുറക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോലും 3 മണിയാകുമ്പോൾ കട അടച്ചിട്ട് പോകും. ഉയർമേലെ ആശ ഇരിക്കില്ല സാർ. ഒരു വഴിയുണ്ട്. വലിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? എന്തോ ചെയ്. ചേട്ടൻ എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ടി വരുമെന്ന്. ചേട്ടൻ പറ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യുക്തിക്ക് നിരക്കാത്തായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇതെല്ലാം എൻ്റെ ഒരു റിസർച്ചിൻ്റെ റിസൾട്ട് മാത്രമാണ്. അതിനെന്നെ സഹായിച്ചെന്ന് പറയുന്നത് ഈ ഡയറിയാണ്. ഈ സമയത്ത് കാട്ടിക്കേറിയ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. ആര്? താനോ? ഞാനല്ല, ഈ ഡയറി എഴുത സായിപ്പ് മാത്രം. ഈ ഡയറി ഒരു പഴയ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാ. ആരോ ഏതോ ഒരു പഴയ പുസ്തകം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാ. എന്താ ഇതില്? പണ്ട് ഇതിനേക്കാളൊക്കെ വലിയ കാടായിരുന്നു ഇവിടെ മൊത്തം. അന്ന് ഈ കാട്ടിൽ ഒരു ട്രൈബ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നാട്ടുകാരുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. പക്ഷേ
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടിൽ മുഴുവൻ വസൂരി പരക്കുന്നത്. നാട്ടിൽ അസുഖം കൂടുന്ന ആൾക്കാരെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷേ ആ കാട്ടിൽ കൊണ്ടിട്ടവരാരും മരിച്ചിട്ടില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും തിരിച്ചു വന്നു. അങ്ങനെയാണ് നാട്ടുകാരറിയുന്നത് ആ ട്രൈബ്സിൻ്റെ കയ്യിൽ പല വിദ്യകളുമുണ്ടെന്ന്, നാട്ടുകാർക്കറിയാത്ത പല മരുന്നുകളുമുണ്ടെന്ന്. അങ്ങനെ നാട്ടുകാർക്ക് അവരോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നു. പിന്നെ പല അസുഖങ്ങൾക്കും നാട്ടുകാർ അവരെ സമീപിച്ചു തുടങ്ങി. ഒരു ദിവസം കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ ഒരു സ്ത്രീ അത് കണ്ടു. ഒരു മരത്തിൻ്റെ മേശയിൽ ഒരു കുട്ടിയെ കിടത്തിയിരിക്കുന്നു. ചുറ്റും ആ ട്രൈബിലുള്ള മനുഷ്യരും. അതിലവരുടെ മൂപ്പൻ്റെ കയ്യിൽ ഒരു വാളുമുണ്ടായിരുന്നു. അയാൾ ഉച്ചത്തിൽ എന്തൊക്കെയോ ചൊല്ലിയിട്ട് ആ കുട്ടിയെ നിർത്തടോ. താനെന്ത് കഥയായി പറയുന്നേ? അവിടെ ആഭിചാരം ചെയ്തുകൊണ്ട് പ്രേതം ഭൂതമൊക്കെ ഉണ്ടെന്നോ? അല്ലല്ല, പ്രേതവും ഭൂതവും ഒന്നുമല്ല, ആ വിചാരവും അല്ല. ഏതെങ്കിലും പ്രേതവും ഭൂതവും വന്നിട്ട് മനുഷ്യർക്ക് മരുന്ന് വല്ലതും പറഞ്ഞു കൊടുക്കൂ. പിന്നെ ആകാശത്ത് വരുന്ന എല്ലാത്തിനെയും ദൈവമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഈ കാട്ടിലെ ആൾക്കാരുടെ കാര്യം പറയണോ? അവരെക്കാൾ കഴിവുള്ള എന്തിനെ അവർ ദൈവമായി കണ്ടു. ഏലിയനാണെന്നാവും അല്ലേ? അതെ. തനിക്ക് ഭ്രാന്ത. എന്നെ കൊണ്ട് മേല തൻ്റെ ഈ കോപ്പും കേട്ടുകൊണ്ടിരിക്കാൻ. എന്തൊക്കെ കഥകളാ! മന്ത്രവാദം, ഏലിയൻ, പറക്കും തളിക, ഹ്യൂമൻ ഏലിയൻ ഹൈബ്രിഡൈസേഷൻ. ആൾക്കാരെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയൂ സാറേ. എന്താ സുഹൃത്തെ, ഒന്നില്ലെങ്കിൽ താനൊരു പോലീസുകാരനല്ലേ? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇനിയിപ്പോൾ ഒരു മാർഗമുള്ളൂ. സാറേ, സാർ, സാറേ, സാർ, നമുക്ക് ഫോഴ്സിനും കൂടി വിളിച്ചിട്ട് പോയാൽ പോരെ? ഒരു ഫോഴ്സുമായിട്ടും വരാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ബോഡിയെങ്കിലും റിക്കവർ ചെയ്താൽ നമ്മുടെ ജോലിയെങ്കിലും പോകാതിരിക്കും. എനിക്ക് ജോലി എന്തായാലും വേണം. നീ വരുന്നുണ്ടേ വാ. സുഹിത്തിന് പേടിയുണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യും, സുഹിത്ത് സൈഡിലോട്ട് നോക്ക്, ഞാൻ നേരെ പോവാം. ഇഫ് യു സീ എനിത്തിങ് കോൺടാക്ട് മീ. സുഹിത്തേ, 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 സുഹിത്തേ,
അല്ല സാർ, ബാ സാർ, പ്ലീസ് പ്ലീസ് സാർ, ഇത് ഗവൺമെൻറ് അറിയേണ്ട കാര്യമാണ് സാർ. സാർ പ്ലീസ് പ്ലീസ് സാർ. സാർ ഇതാണ് അവരിവിടെ വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഇതാണ് ഹ്യൂമൻ ഹൈബ്രിഡൈസേഷൻ അഥവാ ഹ്യൂമൻ ഏലിയൻ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ മനുഷ്യനുമല്ല ഏലിയനുമല്ലാത്തൊരു ജീവിവർഗം. വർഷങ്ങളെടുക്കും ഇങ്ങനൊരു സാധനം ഉണ്ടായി വരാനായിട്ട്. ഇത് നമ്മളുടെ കാളും പല കഴിവുകൾ കൂടുതലുള്ള ഒരു ജീവിവർഗമാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യന്റെ അപ്ഡേറ്റഡ് വെർഷൻ എന്ന് വിളിക്കാം. ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കും എന്നുകൂടി അദ്ദേഹം വരച്ചു വെച്ചു.